തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ അണിയറയിൽ ഒരുങ്ങുന്നത്. വെറും സീറ്റ് വിഭജനത്തിനപ്പുറം ബി.ജെ.പിയെ തമിഴ് മണ്ണിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്താൻ ഡി.എം.കെയെയും വിജയെയും ഒരുപോലെ കൈപ്പിടിച്ചുയർത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഒരുങ്ങുന്നുണ്ടെന്ന വാർത്തകൾ വരുന്നുണ്ട്. സീറ്റ് വിഭജനത്തെ ചൊല്ലി ഡി.എം.കെയും കോൺഗ്രസും തമ്മിൽ ചില സ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊരു തർക്കമായി ചിത്രീകരിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 40 സീറ്റുകൾ വേണമെന്ന കോൺഗ്രസിന്റെ കടുത്ത നിലപാട് വാസ്തവത്തിൽ ഡി.എം.കെയെ സമ്മർദ്ദത്തിലാക്കാനല്ല, മറിച്ച് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ വോട്ടുകൾ ഒരിടത്തും ചിതറിപ്പോകാൻ പാടില്ലെന്ന വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബി.ജെ.പി ഇത്തവണ തമിഴ്നാട്ടിൽ വലിയ പണം ഒഴുക്കിയും വിഭവങ്ങൾ ഉപയോഗിച്ചും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി പ്രചാരണം നയിക്കുമ്പോൾ ആ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ നിലവിലെ സഖ്യം മാത്രം പോരാ എന്ന ചിന്ത ഹൈക്കമാൻഡിനുണ്ട്. ഇവിടെയാണ് ദളപതി വിജയുടെ റോൾ കോൺഗ്രസ് കൃത്യമായി അടയാളപ്പെടുത്തുന്നത്. വിജയുടെ തമിഴക വെട്ടി കഴകുമെന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയെ ഡി.എം.കെ സഖ്യത്തിന്റെ ഭാഗമാക്കാനോ അല്ലെങ്കിൽ അവരുമായി ധാരണയിൽ എത്തിച്ച് ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനോ ആണ് രാഹുൽ ഗാന്ധി വ്യക്തിപരമായി താല്പര്യമെടുക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വിജയ്ക്ക് നേരിടേണ്ടി വന്ന രാഷ്ട്രീയ വെല്ലുവിളികളിൽ രാഹുൽ ഗാന്ധി നേരിട്ടിടപെട്ടതും പിന്തുണ നൽകിയതും ഈ സഖ്യ സാധ്യതകളുടെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. വിജയുടെ സിനിമകൾക്ക് സെൻസർ ബോർഡ് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ രാഹുൽ പരസ്യമായ രംഗത്ത് വന്നത് ഡി.എം.കെ പാളയത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിജയുടെ പാർട്ടിക്ക് 30% വോട്ട് വിഹിതം നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ രഹസ്യ സർവേകൾ വ്യക്തമാക്കുന്നത്. ഈ വോട്ടുകൾ ഡി.എം.കെയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ നഷ്ടമാകാതെ ബി.ജെ.പിയുടെയും എ.ഡി.എം.കെയുടെയും മുന്നേറ്റത്തെ തടയാൻ പ്രയോജനപ്പെടുത്താനാണ് കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത്. ഇതിലൂടെ ഒരു വശത്ത് ഡി.എം.കെയെ അനുനയിപ്പിച്ച് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാനും മറുവശത്ത് പുതിയ രാഷ്ട്രീയ ശക്തിയായ വിജയെ കൂടെ നിർത്തി ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന്റെ സ്വാധീനം ഉറപ്പിക്കാനുമുള്ള മുന്നൊരുക്കങ്ങളാണ് കോൺഗ്രസ് നടത്തിവരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 25 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചതെങ്കിലും ഇത്തവണ വിജയുടെ ഫാക്ടർ കൂടി ചേരുമ്പോൾ അത് തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. തമിഴ്നാട്ടിലെ പ്രാദേശിക നേതാക്കൾക്ക് വിജയുടെ പാർട്ടിയുടെ സംഘടനാ ശേഷിയെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടെങ്കിലും ബി.ജെ.പി വിരുദ്ധ പോരാട്ടത്തിൽ ഈ പുതിയ രസതന്ത്രം അനിവാര്യമാണെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. താഴെത്തട്ടിൽ ഭാരവാഹികൾ കുറവാണെങ്കിലും വിജയ് എന്ന താരത്തിനോടുള്ള യുവതലമുറയുടെ ആവേശം വോട്ടായി മാറുമെന്ന ദീർഘവീക്ഷണത്തിലാണ് രാഹുൽ ഗാന്ധിയുള്ളത്. തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലെയും പുതുച്ചേരിയിലെയും ക്രൈസ്തവ വോട്ടുകളും യുവ വോട്ടുകളും ഏകോപിപ്പിക്കാൻ വിജയുടെ സാന്നിധ്യം സഹായിക്കുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ദക്ഷിണേന്ത്യ മൊത്തമായി കാണുന്ന ഒരു തന്ത്രമാണ് കോൺഗ്രസ് ഇവിടെ പയറ്റുന്നത്. ഡി.എം.കെ ഇത്തവണ കോൺഗ്രസിന് മന്ത്രിസ്ഥാനം നൽകില്ലെന്ന കർക്കശ നിലപാടിലാണ്. എന്നാൽ വിജയുടെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാൽ ഭരണത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കാമെന്ന വാഗ്ദാനം വിജയിൽ നിന്ന് കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഡി.എം.കെക്കുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. എങ്കിലും സഖ്യം തകർന്നത് ബി.ജെ.പിക്ക് ഗുണകരമാകുമെന്നറിയാവുന്ന രാഹുൽ ഗാന്ധി ഡി.എം.കെയെ പിണക്കാതെ തന്നെ വിജയെ സഖ്യത്തിന്റെ ഭാഗമാക്കാനുള്ള അനുനയ നീക്കങ്ങളാണ് തുടരുന്നത്. ബി.ജെ.പിയെ തമിഴ്നാട്ടിൽ നിലം തൊടിയിക്കില്ലെന്ന ലക്ഷ്യത്തിനു വേണ്ടി തങ്ങളുടെ പഴയ സുഹൃത്തിനെയും പുതിയ ശക്തിയെയും ഒരേ നൂലിൽ കോർത്തെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ ഡി.എം.കെയുമായുള്ള വർഷങ്ങളായുള്ള ആത്മബന്ധം ഉപേക്ഷിക്കാതെ തന്നെ വിജയ് എന്ന വലിയ ജനകീയ മുഖത്തെ കൂടി തങ്ങളുടെ ചേരിയിൽ എത്തിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. ഈ രണ്ട് കൂട്ടരെയും ഒരുമിച്ച് നിർത്തിയാൽ തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് ഒരു ഇഞ്ച് പോലും ഇടം ലഭിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തമിഴ്നാടിന്റേത് മാത്രമല്ല, ദേശീയ തലത്തിൽ ബി.ജെ.പിയെ നേരിടാനുള്ള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തന്ത്രത്തിന്റെ പരീക്ഷണശാല കൂടിയായിരിക്കും. ഒരു പുതിയ തമിഴ്നാട് മോഡൽ സഖ്യം രാജ്യത്തിന് തന്നെ മാതൃകയാക്കി മാറ്റുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം.